പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സുന്നികളും മുജാഹിദുകളും തമ്മിലുള്ള തർക്കത്തിന്റെ അടിസ്ഥാനം പഠിക്കാത്തതുകൊണ്ടാണ്. കാരണം ഇവരൊന്നും അങ്ങനെ പഠിച്ചു വന്നവരല്ല. ഷൗക്കാനിയുടെ കാര്യം നിങ്ങൾ നേരത്തെ ഒന്നും ഉണ്ടില്ല, ഉണ്ട് ഇബാറത്ത് വായിച്ചു. അപ്പൊ മറഞ്ഞവരോട് സഹായം തേടാമെന്ന് അതിലുണ്ടെന്ന് നിങ്ങൾ സമ്മതിച്ചു. നേരത്തെ പറഞ്ഞ മൗലവി സമ്മതിച്ചു, റിപ്പീറ്റ് ചെയ്താൽ അത് കേൾക്കാൻ കഴിയും. ഞാൻ മറച്ചു വെച്ചതല്ല. അപ്പൊ ഷൗക്കാനി നിങ്ങളുടെ നേതാവായ ഷൗക്കാനി സമ്മതിക്കുന്നു, മറഞ്ഞ മലക്കുകൾ അതേപോലെ ജിന്നുകൾ, സ്വാലിഹീങ്ങളായ ജിന്നുകൾ അവരോട് സഹായം ചോദിക്കാം. ഈ ഹദീസിൽ ഔലിയാക്കളും പെടും എന്ന് മറ്റൊരു കിതാബിലും അത് ആദ്യം നിങ്ങൾ ഉണർത്തിക്കാൻ പഠിക്കാൻ വേണ്ടി പറയുകയാണ്. നിങ്ങൾ ചിലപ്പോൾ മറച്ചു വെച്ചിട്ടുണ്ടാകും. അപ്പൊ ഷൗക്കാനെ ഇത് മറഞ്ഞവരെ ഞങ്ങൾ സുന്നികൾ ചെയ്യുന്നത് പോലെ മലക്കുകളോട്, സ്വാലിഹീങ്ങളായ ജിന്നുകളോട് അല്ലെങ്കിൽ മഹത്തുക്കളോട്, നല്ലതായ വ്യക്തികളുണ്ട്, അവരോട് ഞങ്ങൾ സഹായം ചോദിക്കുന്നു. അത് നിങ്ങളുടെ നേതാവായ ഷൗക്കാനി അത് അംഗീകരിക്കുന്നു. ഷൗക്കാനി കാഫിറോ മുസ്ലിം? മറുപടി പറഞ്ഞാൽ ഷൗക്കാനി കാഫിറാണോ മുസ്ലിം? ഇങ്ങനെ വരുമ്പോഴാണ് അത് ഷൗക്കാനിയെ സംബന്ധിച്ച് ചോദിക്കുന്നത്. നേരത്തെ പറഞ്ഞു, എന്താ ഷൗക്കാനി പറഞ്ഞത്? കണ്ണിൽ കാണാത്തവരോട് സഹായം തേടാം, അഥവാ കണ്ണിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്നവരോട് സഹായം തേടാം എന്ന് ഈ ഹദീസിൽ ഉണ്ട്, തെളിവ് പിടിക്കാം എന്ന്. എന്താണ് ഇതിന്റെ അർത്ഥം? കണ്ണുകൊണ്ട് കാണാത്തവരോട് സഹായം തേടാൻ പാടില്ല എന്ന് ആരാ പറഞ്ഞത്? ഒരാളെ സംബന്ധിച്ചിടത്തോളം ലളിതമായി പറഞ്ഞു തരാം. ഒരാൾ കുളിക്കാൻ ബാത്റൂമിലേക്ക് കയറി, അങ്ങനെ വാതിലടച്ചു, സോപ്പ് തീർന്നു പോയി, ഭാര്യ അടുക്കളയിലാണ്, ഭാര്യയെ കാണുന്നില്ല. ആ ഭാര്യ വിളിച്ച് സോപ്പ് എടുക്കൂ എന്ന് പറഞ്ഞാൽ കാണാത്ത ഭാര്യയോട് സഹായം തേടുകയാണ്. പക്ഷെ ഇയാൾക്കറിയാം എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ആരുണ്ട്? ഭാര്യയുണ്ട്, കണ്ണുകൊണ്ട് കാണുന്നില്ല. അങ്ങനെ കണ്ണുകൊണ്ട് കാണാത്തവരോട് സഹായം തേടാം എന്ന് ഈ ഹദീസിലുണ്ട്. കാണാത്തവരോട് സഹായം തേടാം, അതിനിപ്പോ ആർക്കും തർക്കില്ല. ആർക്കാ തർക്കം? ഒരാൾ കുളിമുറി നിൽക്കുമ്പോ ഭാര്യ അടുക്കളയിലാണ്, എന്റെ ശബ്ദം കേൾക്കുന്ന വരുന്നില്ല ഭാര്യയുള്ളത്, മോളെ ആ സോപ്പിംഗ് എടുക്ക് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് തെറ്റല്ല, ഒരിക്കലും അത് കുറ്റകരമല്ല എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇപ്പൊ ഒരു സ്ഥലത്ത് മലക്കുണ്ട്, മലക്കിന്റെ സാന്നിധ്യമുണ്ട്, പക്ഷേ മലക്കിനെ കാണുന്നില്ല. എന്നാൽ മലക്കിനോട് ചോദിക്കാമോ? ഒരു പ്രശ്നവുമില്ല. ഹാജറ ബീവി ആ മക്കയിൽ അകപ്പെട്ടു പോയ ഘട്ടത്തിൽ ജിബ്രീൽ വന്നു, ജിബ്രീലിന്റെ ശബ്ദം കേട്ടു, അവിടെ ജിബ്രീൽ ഉണ്ടെന്ന് അറിഞ്ഞു. ആ ഹാജറ ബീവി പറഞ്ഞു, നീ സഹായിക്കുമെങ്കിൽ എന്നെ സഹായിക്ക്, അവിടെ ഒരു ശബ്ദമുണ്ട്, ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ഒന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് എന്നെ സഹായിക്കുമെങ്കിൽ സഹായിക്കൂ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്, അത് കുറ്റകരമാണ് എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല, പറയുകയും ഇല്ല. അപ്പൊ കണ്ണുകൊണ്ട് കാണാത്തതിനോട് അതിന്റെ സാന്നിധ്യം ഉറപ്പിച്ച് താൻ കേൾക്കുന്നിടത്ത് അതുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അവരോട് എന്തെങ്കിലും സഹായം തേടാമോ? അത് തെറ്റല്ല, കുറ്റകരമല്ല എന്ന് കിട്ടും എന്നാണ് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഷൗക്കാനി പറഞ്ഞിട്ടുള്ളത്.